നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെയും ജീവനെ ഒരേപോലെ പറ്റിക്കാനല്ലേ ഈ കല്യാണം? അല്ലെങ്കിൽ നീ നിന്റെ താലി കാണിക്കടി. ആരും ആരെയും പറ്റിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നിനക്കറിയേണ്ടത് താലിയുടെ കാര്യമാണെങ്കിൽ അതെന്റെ കയ്യിലുണ്ട്. സത്യം പറഞ്ഞ ഇവള് നമ്മളോട് ചെയ്തതിന് നേരിട്ട് കാണുമ്പോ ഇവിടെ കൊല്ലുകയാ വേണ്ടിയിരുന്നേ. അത് നമ്മൾ ചെയ്തില്ലല്ലോ. ഏടി പെണ്ണെ, സ്വത്തിന്റെ കാര്യത്തിൽ നിനക്ക് തർക്കമുണ്ടെങ്കിൽ നിനക്ക് കോടതി പോകാം. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, ഉള്ളതൊക്കെ വിറ്റു തോലച്ച് ഞാൻ കേസ് നടത്തിയാലും നിനക്കൊരു നയാ പൈസ പോലും തരികയില്ല എന്നുള്ളത് എന്റെ ഒരു തീരുമാനമാ. കേട്ടോടി, മാറടി മുന്നിൽ വാ നീ. ഭഗവാനെ, ഈ ഒരു അവസ്ഥയില് എന്തിനാ എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? ഇതിനേക്കാളും എന്റെ ജീവൻ എടുക്കായിരുന്നില്ലേ? ആരെ എത്ര നിർബന്ധിച്ചാലും ഒരു കാമ്പട്ടിക്കാരിയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു താലി കഴുത്തിലിടാൻ എനിക്ക് പറ്റില്ല. മക്കളെ ബോധ്യപ്പെടുത്താൻ കിട്ടിയതാണെങ്കിലും ഇതെനിക്കൊരു ഭാരമാണ്. ഇത് ഇവിടുത്തെ മുമ്പിൽ തന്നെ ഞാൻ ഇറക്കി വെക്കാം. ശിക്ഷയാണോ അനുഗ്രഹമാണോ എനിക്ക് ഇനിയും വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ സ്വീകരിച്ചോളാം, ചാവുന്നത് വരെ. അമ്മേ, ആദ്യ വാ, നമുക്ക് പോവാം. നിത്യമ്മേ, അമ്മേ, നമുക്ക് വീട്ടിലേക്ക് പോവാം.
അതെന്താ അമ്മേ? നമുക്ക് പോവാം. അമ്മയോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. വാ പോവാം. നിന്റെ താലി എവിടെ? വിവാഹം കഴിഞ്ഞു വന്ന അന്ന് തന്നെ താലി ഊരി മാറ്റിയോ? അങ്ങനെയാണെങ്കില് അതൊരു ശരിയായ വിവാഹമല്ലല്ലോ. ഹാ, നീ എന്താണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്? അന്വേഷിക്കാൻ അധികാരം ഉള്ളതുകൊണ്ട്. കുറച്ചു മുൻപേ അധികാരമുള്ളൊരുത്തന് ഇവിടുന്ന് പോയി. അവനെ എന്തു പറഞ്ഞു പറ്റിച്ചാണ് ഇവിടുന്ന് പറഞ്ഞു വിട്ടതെന്ന് എനിക്കറിയില്ല. സത്യം പറയടി, നിങ്ങൾ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉത്തരം നിങ്ങൾ പറഞ്ഞാലും മതി. നല്ല മിടുക്കുള്ള അമ്മയാണല്ലോ. സ്വന്തം മകന്റെ ഭാര്യയെ മറ്റൊരു പുരുഷന് ദാനം കൊടുത്ത അമ്മ. നിനക്ക് കല്യാണത്തിന്റെ കാര്യമല്ലേ അറിയേണ്ടത്? പറ, കല്യാണത്തിന്റെ കാര്യം തന്നെ പറ. എന്നെയും ജീവനെ ഒരേപോലെ പറ്റിക്കാനല്ലേ ഈ കല്യാണം? അല്ലെങ്കിൽ നീ നിന്റെ താലി കാണിക്കടി. ആരും ആരെയും പറ്റിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നിനക്കറിയേണ്ടത് താലിയുടെ കാര്യമാണെങ്കിൽ ദാ അത് എന്റെ കയ്യിലുണ്ട്. ഇതിന്റെ കൊളുത്തൊന്ന് മുറുക്കാൻ വേണ്ടി ഞാൻ ഊരി വാങ്ങിച്ചതാ. ഇനിയിപ്പം നിന്റെ സംശയം പൊട്ടിമുളച്ച നിലയ്ക്ക് അതിനി വേണ്ട. നിത്യ ഒന്നിങ്ങി വന്നേ. വാ. എന്തായാലും കൊള്ളാം. പുതിയ തലമുറയിൽപ്പെട്ടവര് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഉടനെ വേദവും പുരാണവും കൊണ്ട് ഇറങ്ങിക്കോളും. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന അഭ്യാസം കുറച്ചു കൂടിപ്പോയി. സാരമില്ല, നിങ്ങൾക്ക് പണി തരാൻ ആളുള്ളപ്പോ എനിക്കധികം വിയർക്കേണ്ടി വരില്ല. ശരിയെന്നാ. നിത്യ, കാര്യങ്ങളൊക്കെ അല്പം മുമ്പാ ഞാൻ അറിയുന്നത്. ഇതൊക്കെ മറച്ചു വെച്ചതിന്റെ പേരില് അമ്മയെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് തന്നെ വല്ലാതെ സ്നേഹിക്കുന്നൊരമ്മയെ ഞാൻ കാണുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.